ട്രംപ് എന്ന് പറയുന്ന ഒരു ഭ്രാന്തൻ ഭരണാധികാരി സാഷ്ടാംഗം വീണ് നിലത്ത് കിടന്ന് ഉരുളുന്ന കാഴ്ചയാണ്. അതിനൊരു പശ്ചാത്തലമുണ്ട്. 48 മണിക്കൂർ മുമ്പ് ഇങ്ങനല്ലല്ലോ സാറ് പറഞ്ഞത്. വെറും 48 മണിക്കൂർ മുമ്പ്, 48 മണിക്കൂറിനകം ഹോർമൂസ് കടലിടുക്ക് തുറന്നില്ലെങ്കിൽ ശരിയാക്കി കളയും എന്നാണ് പറഞ്ഞത്. ഇറാൻ അപ്പോഴും പറഞ്ഞു നമുക്ക് കാണാം, ശരി, നിങ്ങൾ ഇങ്ങോട്ട് അടിക്കാൻ പോവാണ്, ഞങ്ങളുടെ വൈദ്യുതി നിലയങ്ങൾ മുഴുവൻ തകർക്കും. ശരി, ഞങ്ങൾ ഗൾഫിലെ ശുദ്ധജല പ്ലാന്റുകൾ മുഴുവൻ തകർക്കും. അതായത് ഇറാനിലെ ആശുപത്രിയിൽ വൈദ്യുതി ഇല്ലെങ്കിൽ ഗൾഫിലെ ആശുപത്രിയിൽ വെള്ളവും ഉണ്ടാകില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇന്ന് രാവിലെയൊക്കെ ഇനി 24 മണിക്കൂർ, ഇനി 20 മണിക്കൂർ, അതാ വലിയ യുദ്ധം വരാൻ പോവാണ്. ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് രാവിലെ ഇറാൻ്റെ ആക്രമണത്തിൽ തകർന്ന സ്ഥലത്ത് പോയിട്ട് കണ്ടില്ലേ, 4000 കിലോമീറ്റർ റേഞ്ചിലുള്ള സ്ഥലത്ത് അവന്മാർ മിസൈൽ വെച്ചു. ഞാൻ അന്നേ പറഞ്ഞതാണ്, കണ്ടോ സാധാരണക്കാരായ മനുഷ്യരുടെ വീടുകളിലേക്ക് അവരുടെ ആണവ റിയാക്ടറിന് അടുത്തുള്ള വീടുകളിലേക്ക് തകർത്തിട്ടുണ്ടല്ലേ, ഇവന്മാർ മൊത്തം കുഴപ്പമാണെന്നൊക്കെ പറഞ്ഞ് ബെഞ്ചമിൻ നെതന്യാഹു ഇന്ന് പൂർവാധികം ശക്തിയോടുകൂടി നിൽക്കുമ്പോഴാണ് ട്രംപിൻ്റെ ട്രൂത്ത് സോഷ്യലിൽ പറഞ്ഞ് ഞങ്ങൾ ചർച്ച നടത്തി, ഇറാൻ അപ്പോഴും ട്രോളി, ഒരു ചർച്ചയും നടന്നില്ല എന്നാണ്. ഇന്ന് വേറൊരു തമാശ എങ്ങനെയുണ്ട്, ഇന്ന് രാവിലെ IRGCയുടെ സ്ഥിരമായിട്ട് വരുന്ന, അതിന് പേരെനിക്കറിയില്ല, സ്ഥിരമായിട്ട് ഇത്തരം മിലിറ്ററി സ്പോക്സ് പേഴ്സണാണ് അദ്ദേഹം, ട്രംപിനെ ട്രോളുന്നുണ്ടായിരുന്നു. ട്രംപ് സാധാരണ ട്രൂത്ത് സോഷ്യലെല്ലാം കഴിഞ്ഞിട്ട് യു ആർ ഫയർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ എന്ന് പറഞ്ഞ് നിർത്തുക. ഇതുപോലെ ഇയാൾ ഇംഗ്ലീഷിൽ ട്രംപ് യു ആർ ഫയർഡ്, നിങ്ങളെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല, താങ്ക് യു ഫോർ അറ്റൻഷൻ എന്ന് പറഞ്ഞ് ട്രോളാനും തുടങ്ങി. ഇറാൻ തകർന്ന തരിപ്പണമായി നിൽക്കുന്ന ഇവർ പറയുമ്പോൾ ഇറാൻ മിസൈലുകൾ അയക്കുക മാത്രമല്ല, ഇന്ന് രാവിലെ മുതൽ ഡൊണാൾഡ് ട്രംപിനെ ട്രോളാനും തുടങ്ങിയ ഒരു സാഹചര്യത്തിന് ശേഷമാണ് നമ്മുടെ സായിപ്പ് ഞാൻ വെടി നിർത്തി, അവർ പറഞ്ഞതുകൊണ്ട് നല്ല ചർച്ചയായിരുന്നു ഞങ്ങൾ നിർത്തിയെന്ന് പറയുന്നത്. അണുശക്തി നിലയങ്ങൾ, വൈദ്യുതി ഉൽപ്പാദന നിലയങ്ങൾ ഞങ്ങൾ തകർത്ത് തുടങ്ങും എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഞങ്ങൾ അടുത്ത 5 ദിവസത്തേക്ക് ഇത് നടത്തില്ല എന്നും ഫലപ്രദമായ ചർച്ചകൾ തുടരുമെന്നും അമേരിക്ക പറഞ്ഞതിൻ്റെ അർത്ഥം, അമേരിക്കയ്ക്ക് ഇനി ഇതിനകത്തുനിന്ന് ഊരാൻ മറ്റ് വഴിയില്ല എന്നുള്ളതാണ്. നോക്കണം, 24 ദിവസങ്ങൾക്ക് മുമ്പ് ഇറാനിലെ ഭരണകൂടം മാറണം എന്ന് പറയുകയും ഇറാനെ തവിടുപൊടിയാക്കുകയും ഇറാനെ വേണമെങ്കിൽ മറ്റാളുകളെ വെച്ച് ഇറാനെ പലതായിട്ട് വിഭജിക്കും, കുർദുകളെ വെച്ചെന്ന് പറഞ്ഞു കൊടുത്തെന്ന് 2 ദിവസം മുമ്പ് പറഞ്ഞു ഹോർമൂസ് കടലിടുക്ക് തുറക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം. 20 ദിവസം മുമ്പ് ഹോർമൂസ് കടലൊക്കെ തുറന്നു തന്നെയായിരുന്നു. ഈ ചേട്ടൻ വന്നതിന് ശേഷം ഹോർമൂസ് കടലിടുക്ക് അടച്ചത്. അപ്പോൾ അത് തുറക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് ട്രംപ് പറഞ്ഞു. അതും നടന്നില്ല. പക്ഷേ ബിവെയർ, ട്രംപ് വളരെ അയക്ക് നിൽക്ക് ഭ്രാന്താണെന്നും പല രീതിയിൽ തോന്നാമെങ്കിലും ട്രംപിൻ്റെ കയ്യിലുള്ള ഭ്രാന്തില്ലായ്മയോ വളരെ ഡെഡ്ലിയാണ്. ലോക ചരിത്രത്തിൽ ഇന്നേ വരെ ചർച്ചകൾ നടന്ന് ഫലപ്രദമായ ചർച്ച തീരാൻ പോകുന്നതിൻ്റെ ഇപ്പോൾ വരാമേ ഒപ്പിടാനിടുന്നതിന് പുറത്തിറങ്ങിപ്പോയിട്ട് മിസൈൽ അയച്ച് അവിടുത്തെ ഒരു രാജ്യത്തിൻ്റെ പരമാധികാരിയെ കൊല്ലുന്ന ഭ്രാന്തനാണ്. അതുകൊണ്ട് ഈ ട്രംപ് തോറ്റു എന്ന് നമുക്കിപ്പോൾ അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ ചിരിക്കാൻ വരട്ടെ, എന്താണ് ഈ മനുഷ്യൻ്റെ തലയിലിരിക്കുന്നത് നമുക്കറിയില്ല. അമേരിക്ക പോലെ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യം, ഓർക്കണം, 1 വർഷം മുമ്പ് ലോകത്തിന് മുഴുവൻ ടാരിഫ് അടിച്ചു കൊടുത്തു, 50, 65, 75. ഇത് അമേരിക്കയെ തകർക്കും, ഇത് ഈ മണ്ടത്തരമാണെന്ന് പറഞ്ഞതിന് ശേഷം എന്താ സംഭവിച്ചത്? അവസാനം എല്ലാ രാജ്യങ്ങളും ട്രംപ് പറഞ്ഞെടുത്തൊന്ന് ഒപ്പിട്ടിട്ട് പോയില്ലേ? ഇന്ത്യ അടക്കം ഒപ്പിട്ടില്ലേ? അവസാനം ട്രംപാണ് ദൈവമെന്ന് പ്രഖ്യാപിച്ചില്ലേ? അപ്പോൾ ആ ഭ്രാന്തൻ നീക്കം, അത് ഭയങ്കര ഭ്രാന്തൻ നീക്കമെന്ന്, പക്ഷേ അത് സക്സസ്ഫുൾ ആയത് നമ്മൾ കണ്ടതാണ് 2025-ലും 26-നും തുടക്കത്തിലും. അതിനുശേഷമാണ് ആശാൻ തൊട്ടപ്പുറത്തുള്ള രാജ്യത്ത് പോയി നിക്കോളാസ് മദുറോയും ഭാര്യയെ പിടിച്ചോണ്ട് പോയത്. അത് നമ്മൾ കണ്ടു. അതും അൺബിലീവബിൾ, ഭ്രാന്തന്മാർക്കേ ചെയ്യാൻ പറ്റൂ. പിന്നെ വന്ന് ഇറാൻ്റെ തലയിൽ കൊണ്ട് ബോംബിട്ടിട്ട് ആദ്യം പറഞ്ഞു, ഈ സംഭവം നടക്കുന്നതിന് മുമ്പ് പറഞ്ഞു ഞങ്ങൾ വെടിനിർത്തലിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ വൈൻഡിങ് ഡൗൺ ആണെന്ന് പറഞ്ഞു. അതിനുശേഷം ചർച്ചകൾ തുടങ്ങിയെന്ന് ആക്ച്വലി വേറെ 2-3 സൈറ്റുകൾ ഈ വാർത്ത പുറത്ത് വന്നിരുന്നതാണ്. അത് അമേരിക്ക നിഷേധിച്ചില്ല. അതിനുശേഷമാണ് ട്രംപ് പറഞ്ഞത് 48 മണിക്കൂർ തന്നില്ലെങ്കിൽ തട്ടിക്കളയും, ശരിയായി കളയും, ഇറാനെ തവിടുപൊടി ആക്കിക്കളയും. അപ്പോൾ എന്താണ് ഈ ട്രംപ് ഉദ്ദേശിക്കുന്നത്? അമേരിക്ക പോലൊരു വളരെ പ്രധാനപ്പെട്ട രാജ്യത്തിൻ്റെ ഒരു രാഷ്ട്രീയ തലവൻ ഇങ്ങനെ ചെയ്യുമ്പോൾ അമേരിക്കയ്ക്കകത്ത് ചെക്സ് ആൻഡ് ബാലൻസസ് ഒക്കെ ഇല്ലേ? ഈ ട്രംപിൻ്റെ കൂടെയുള്ള സംവിധാനം മുഴുവൻ ഇങ്ങനൊരു ഭ്രാന്ത് അവർ കൺവിൻസ്ഡ് അല്ലെങ്കിൽ അനുവദിച്ച് കൊടുക്കുമോ? അറിയില്ല. ഇപ്പോഴത്തെ ഒരു പ്രശ്നമുണ്ട്, ഇറാൻ്റെ മുമ്പിൽ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇല്ലാതായി കഴിഞ്ഞു. പിന്നെ ബാക്കിയുള്ള പൊളിറ്റിക്കൽ ലീഡർഷിപ്പിലെ വളരെ കുറച്ച് ആളുകൾ, പെസഷ്കിയാൻ മുതലായ പ്രസിഡൻ്റുണ്ട്, ഇവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്ന ലാർജാനി പോയി, പല ആളുകളും പോയി. അപ്പോൾ ആ നേതൃത്വം അമേരിക്കയിലെ ട്രംപ് കൊടുക്കുന്ന ഓരോ സന്ദേശങ്ങളെയും ഡീകോഡ് ചെയ്യാൻ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട്. ഇയാൾ എന്തായി പറയുന്നത്? ഇതെന്താ സംഭവം? ഒരു ദിവസം ഇങ്ങനെ പറയുന്നു, പിന്നെ ഇങ്ങനെ പറയുന്നു, ചർച്ചയ്ക്ക് തയ്യാറെന്ന് പറയുന്നു, അതിനുശേഷം 48 മണിക്കൂർ എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ചർച്ച 48 മണിക്കൂറിനകം തീർക്കണമെന്നാണോ?
അങ്ങനെ ഇറാൻ രാഷ്ട്രീയത്തെ കൺഫ്യൂസ് ചെയ്തിട്ട് വീണ്ടും അടിക്കാനാണോ? നമുക്കറിയില്ല. ഇപ്പോൾ ഇന്ന് 5 ദിവസത്തേക്ക് യുദ്ധം നിർത്തി എന്ന് പറഞ്ഞ ട്രംപ് നാളെ രാവിലെ തലയിൽ അടുത്ത ബോംബിടില്ല നമുക്ക് പറയാൻ പറ്റുമോ? അൺപ്രഡിക്റ്റബിളാണ്. കാരണം ഇയാൾക്ക് വട്ടാണ്. ഇയാളുടെ ഈ ഭ്രാന്തിന് പിന്നിൽ വേറെ വലിയ പ്ലാനുണ്ടോ? നമുക്ക് ഒരു തരത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ ട്രംപ് സാഷ്ടാംഗം വീണ് കിടക്കുകയാണ്. പൊളിഞ്ഞ പാളീസായി. ലോകത്തെ ആളുകൾ മുഴുവൻ പറഞ്ഞ, ബുദ്ധിയുള്ള മനുഷ്യർ മുഴുവൻ പറഞ്ഞ ഇയാൾ പോയി പെടും, ഹോർമൂസ് കടലിൽ എന്ന് പറഞ്ഞാൽ അതുപോലെ സംഭവിച്ചിരിക്കുന്നു. ഒരു ജനത അവരുടെ തല പോയിട്ടും ആ ശരീരം എഴുന്നേറ്റ് നിന്ന് പോരാടിയതിൻ്റെ കഥയാണ്. ഇറാനിൽ ലീഡർഷിപ്പില്ലല്ലോ. IRGCയുടെ 31 ദളങ്ങൾ നിന്ന് ഫൈറ്റ് ചെയ്യാണ്. തല പോയി, ശരീരം നിന്ന് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തലയില്ലാത്ത ഒരു ശരീരം, അത്ര ദുർബലമായ ഒരു ജനത, അമേരിക്ക പോലെ ഒരു സംവിധാനത്തെ കൂച്ചുവലം കിട്ടി നിർത്തിയിരിക്കുകയാണ്. 4000 കപ്പലുകളാണ് ഹോർമൂസ് കടലിടുക്കിൻ്റെ ഇപ്പുറത്ത് കുടുങ്ങിക്കിടക്കുന്നത്. 4000 കപ്പലുകൾ. വെള്ളം പോലും ഇല്ലെന്നാണ് പറയുന്നത്. കപ്പലുകളുടെ ചരക്ക് പോട്ടെ, കുടിക്കാൻ വെള്ളം പോലും ഇല്ലാതെ പെട്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഇറാൻ്റെ വിജയഗാഥയാണ്. ചരിത്രത്തിൽ ശരിക്കും രേഖപ്പെടുത്തപ്പെടേണ്ട ഒരു സംഭവമാണ്. ഒരു ജനത, തകർന്നു പോയൊരു ജനത അവിടെ നിന്നുകൊണ്ട് പോരാടിയത്. പക്ഷേ നാളെ അടുത്ത മണിക്കൂറിൽ എന്താണെന്നുള്ളത് അൺപ്രഡിക്റ്റബിളാണ്. ട്രംപിൻ്റെ തലയിൽ ഉദിക്കുന്നത് എന്താണെന്ന് പറയാനേ ആവില്ല. അതുകൊണ്ട് എല്ലാം തീർന്നു എന്ന് ഞാൻ തൽക്കാലം പറയുന്നില്ല.